നമ്പർ പറഞ്ഞ് വേറെ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് പോയി. ഓരോ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും വെള്ളം കോരല്ലെന്ന്. നമസ്കാരം. കുടിവെള്ളത്തിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി വളരെ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രിയപ്പെട്ട സന്തോഷിന് പറയാനുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എവിടെയാണ് താമസം? ഞാൻ പാലുള്ളി കോളനി. അമ്മക്ക് വെള്ളം കിട്ടുന്നില്ല. എവിടെയാണ്? 3 സെൻറ്റ് കോളനി. ഈ 3-4 ദിവസം കൊണ്ട് ഇവിടെ പറഞ്ഞിരുന്നു. ഇതുവരെ ഒരു വെള്ളം പോലും അവർ വിട്ടു തരുന്നില്ല. അമ്മയും വയ്യാതെ കിടപ്പിൽ രോഗിയാണ്. ഇതുവരെ ഒരു കാര്യം ഇന്നുവരെയും കിട്ടുന്നില്ല വെള്ളം. അവിടെ പഞ്ചായത്ത് മെമ്പർ എന്തൊരു പറഞ്ഞു? മെമ്പർ പറഞ്ഞ് വേറെ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് പോയി. ഓരോ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും വെള്ളം കോരല്ലെന്ന്. എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഫോണിൽ പോലും ഞാൻ വിളിച്ച് പറഞ്ഞു നോക്കി. അമ്മ ഇപ്പം എന്തിനാണ്? അമ്മ കിടപ്പില്ല. അവർ അറ്റാക്ക് വന്നിട്ട് തോനെ വർഷമായി. എന്നിട്ട് നമ്മൾ മെഡിക്കൽ ആശുപത്രിയിലൊക്കെ അവരെ ഇട്ട് കിടന്ന്. എന്നിട്ട് അവർക്ക് ഇപ്പോഴും വയ്യ കിടക്കുകയാണ്. ആരും നമ്പർ വല്ലപ്പോഴും വന്ന് തിരിഞ്ഞു നോക്കും, പിന്നെ അങ്ങോട്ട് ആ ഏരിയയിൽ വരില്ല എന്നല്ലേ. എന്നിട്ട് ഒരു കാര്യം നമ്പർ ഇതുവരെ തരുന്നില്ല. വീട് ഉണ്ടെന്ന് പറയുന്നത്. മണ്ണും വീട്ടിന് ഞാൻ അപേക്ഷ കൊടുത്ത് എനിക്ക് ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. സാർ വന്നു നോക്കുമ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് മനസ്സിലാവും. പൈപ്പിൽ ലൈനിൽ വെള്ളം ഇതുവരെ തരുന്നില്ല. നമ്മൾ എങ്ങനെ കക്കൂസിൽ പോവും? വെള്ളം ഇല്ലാതെ പോകാൻ പറ്റുമോ? ഇതാണ് സാറേ എൻ്റെ അവസ്ഥ. സാർ വീട് ഒന്ന് വന്നു നോക്ക്, എപ്പോൾ അറിയാൻ പറ്റും. അവിടെ തൊട്ടടുത്തുനിന്ന് വെള്ളം കോരാൻ പറ്റൂലേ? അവരൊന്നും തരില്ല. നമുക്ക് ഒരു കുടിവെള്ളം പോലും തരുന്നില്ലേ? പിന്നെ താഴെ ഒരു പഞ്ചായത്ത് കിണറുണ്ട്. അത് വീട്ടിൽ നിന്ന് അതിൻ്റെ അപ്പുറം ഇറങ്ങിപ്പോകണം. കുന്നും തരിയും കയറി പോകണം. ഇതാണ് എൻ്റെ അപേക്ഷ. നിനക്ക് സുഖമില്ലാത്തതുകൊണ്ട് വെള്ളം കോരാൻ പാടാണ്? എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വെള്ളം കോരാനും പാടാണ്. ഇവർ പൈപ്പ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്, അതിൽ ഇതുവരെ വെള്ളമില്ല. അതാണ് എൻ്റെ അപേക്ഷ. അവിടെ പൈപ്പുകാരുടെ പറഞ്ഞപ്പോൾ എന്തൊരു പറഞ്ഞ് അത് പഞ്ചായത്തിൽ നിന്ന് പറ എന്നാണ്. ഞാൻ അങ്ങനെ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞു നോക്കി. ഒരിക്കലെങ്കിൽ ഒരു കൂടി വെള്ളം വിട്ടു തന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ വെള്ളം വിട്ടു തന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. ഒരിക്കൽ മീറ്റർ എടുത്തോണ്ട് പോയി. പിന്നെ പുതിയ മീറ്ററാണ് വാങ്ങിച്ചു വെച്ചത്. എന്നിട്ട് ഇതാണ് എനിക്ക് ഒന്നീ വെള്ളം വിട്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം ഈ പഞ്ചായത്ത് അല്ലേ. നമ്മളെ പകരം പൈസയൊന്നും ഇല്ല. പഞ്ചായത്തിൽ അവരോടൊക്കെ ചെന്ന് പറഞ്ഞ അവരോടൊക്കെ പറഞ്ഞ് അവരും ഇത് വല്ല പൈപ്പിൽ നിന്ന് എടുക്കാൻ അവരാ വീട്ടിൻ്റെ കുടിവെള്ളം ആരെയും പൈപ്പിൽ നിന്ന് കൊടുക്കുമോ? കിണറ്റിലുള്ള വെള്ളം. ഇതാണ് സാറേ എൻ്റെ അമ്മയുടെ അവസ്ഥ. സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് വെള്ളമില്ല. അതെ. ഇതൊന്ന് വിട്ടു തന്നെങ്കിൽ നമുക്ക് വെള്ളം എടുത്ത് വീട്ടിൽ അടുക്കളയും വയ്ക്കായിരുന്നു, കോരി വയ്ക്കായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ സാറ് കണ്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ വയ്യാത്ത പെണ്ണാണ്. അവളുകൊണ്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെയാണ് എൻ്റെ അമ്മ കിടപ്പില്ലാണ്. എത്ര വർഷം കൊണ്ട് കിടപ്പില്ലായിരുന്നു. അച്ഛൻ മരിച്ചുപോയി.
അച്ഛൻ ഇവിടെ ഇപ്പൊ സ്ഥലം ഉണ്ടോ? വീടുണ്ടോ? വീട് കൊണ്ടെന്ന് നമ്പർ പറയുന്നു. അമ്മയ്ക്ക് വീട് കൊണ്ടെന്ന് പറയുന്നു. ആ എനിക്ക് മാത്രം മണ്ണും വീടും ഇല്ലാത്ത. അമ്മയ്ക്ക് വീട് കിട്ടിയോ? അമ്മ വീട് ഇതിന് ഉണ്ടെന്ന് പറയുന്നു. പഞ്ചായത്തിലുണ്ടെന്നാ? പഞ്ചായത്ത് പേരിൽ ഉണ്ടെന്ന് പറയുന്നു. ഇതുവരെ കിട്ടിയില്ല? ഇതുവരെ കിട്ടിയില്ല. ബാക്കി എല്ലാവർക്കും വീട് വയ്ക്കാനുള്ള എല്ലാം പൈസ എല്ലാം കൊടുക്കുന്നുണ്ട്. നമുക്ക് മാത്രമാണ് ഇല്ലാത്ത. നമുക്ക് നോക്കാം.